ഇപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളി എന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. അവിടെ കരുനാഗപ്പള്ളി ആശുപത്രിയിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അവിടെ ഒരു ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നിരുന്നു. പ്രസവ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഒരു യുവതിയുടെ മരണം സംഭവിച്ചത്. അതിനു മുൻപേ ചികിത്സിച്ച ആശുപത്രി, അത് കരുനാഗപ്പള്ളി ആശുപത്രിയാണ്. അവിടെയാണ് ഈ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് അവിടെ തടഞ്ഞിട്ടുണ്ട്. പോലീസുമായി വാക്കേറ്റവും ഒക്കെ പ്രവർത്തകർ നടത്തുന്നുണ്ട്. ആശുപത്രിക്കെതിരെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധം അവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകും എന്ന് ആശുപത്രി അധികൃതർ ഉറപ്പ് നൽകിയതാണ്. എങ്കിലും അതിൽ ആ പ്രതിഷേധം അത് കൃത്യമായി തന്നെ നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലുമാണ്. ദൃശ്യങ്ങളിൽ കാണാം. അരുൺരാജ് ചേരുന്നു വിവരങ്ങളുമായി. അരുൺരാജ്, നേരത്തെ തീരുമാനപ്രകാരമാണോ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ആശുപത്രിയിലേക്ക് നടത്തിയിരിക്കുന്നത്? പ്രജിൻ, പെട്ടെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രസവാനന്തരത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു പ്രത്യക്ഷ പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെ ഈ താലൂക്ക് ആശുപത്രിക്ക് മുമ്പാകെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ സംഭവം വലിയ രീതിയിൽ പ്രശ്നമായതിനെ തുടർന്ന് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ തന്നെ പോലീസ് കണ്ടിരുന്നു. ഇപ്പോൾ ദേശീയപാത ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്ന മാർച്ചിന് പിന്നാലെ ദേശീയപാത ഉപരോധിക്കുന്ന കാഴ്ചയാണ്. പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുന്നു. ദേശീയപാതയിൽ കിടന്ന പ്രതിഷേധം, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ മുമ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചാണ് ഈ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ അതേസമയം പോലീസ് ഇപ്പോൾ ശ്രമം തുടരുകയാണ്. നമുക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമാണ് ഇപ്പോൾ ഈ പ്രത്യക്ഷ സമരത്തിലേക്കടക്കം കടന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇർഷാദ് റഷീദ് അടക്കമുള്ളവർ ഈ സമരത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ കരുനാഗപ്പള്ളിയിൽ തുടർച്ചയായി ഉണ്ടാകുന്നു, പക്ഷേ ഈ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കിടക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണങ്ങൾ ഏറ്റവും പ്രധാനം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പെട്ടെന്നുണ്ടായ ഒരു പ്രതിഷേധമായിരുന്നു. ഒരു പക്ഷേ പോലീസ് പോലും ഇത്തരം ഒരു പ്രതിഷേധം ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വൈകുന്നോറും പ്രതിഷേധ സാധ്യത മങ്ങുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യക്ഷ പ്രതിഷേധവും വലിയ രീതിയിൽ ദേശീയപാതയടക്കം ഉപരോധിച്ചൊരു പ്രതിഷേധത്തിലേക്കടക്കം യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുൻവശമാണ്. വലിയ പോലീസ് സന്നാഹം ഈ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ കൂടുതൽ വ്യാപകമാവുകയാണ്. ഈ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വാഹനത്തിൽ കയറാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.